സ്തോത്രം, 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 സ്തോത്രം. ഒരു ദിനം കൂടി, ഒരു ദിവസം കൂടി നിങ്ങളോടൊപ്പം ആയിരിക്കാനും കർത്താവിൻ്റെ വചനം ധ്യാനിപ്പാൻ നന്നിരിക്കുന്ന ഈ നല്ല അവസരത്തിന് നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കാണ്, സ്തോത്രം ചെയ്യാണ്. ദൈവത്തിന് മഹത്വം. ഇന്നത്തെ ദിവസം ദൈവത്തിൻ്റെ അതിവിശുദ്ധനാമം നമ്മളുടെ മഹത്വപ്പെടുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ വീഡിയോ കേൾക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തു നാമത്തെ സ്നേഹവന്ദനം അറിയിക്കുന്നു. അതേപോലെ അല്പസമയം നമുക്ക് വചനം ധ്യാനിപ്പാൻ നിങ്ങളെല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുവാണ്. സ്തോത്രം. എന്നിലെ കുറവുകളുണ്ടെന്ന് പൂർണ്ണമായും സമ്മതിക്കുന്നു. ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. എന്നാലും കർത്താവ് തരുന്ന ഓരോ പരിശുദ്ധാത്മാവിൻ്റെ ഓരോ തരുന്ന കാര്യങ്ങൾ, വചനത്തിലൂടെ എന്നെ ഓർപ്പിക്കുന്ന കാര്യങ്ങൾ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുവാൻ എനിക്ക് വളരെ സന്തോഷമാണ്. ദൈവം നിങ്ങളെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. എന്നെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ നന്ദി അറിയിക്കുന്നു. നിങ്ങളെ ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ വിഷയങ്ങൾക്ക് ഞാൻ സ്തോത്രം ചെയ്യുന്നു. അവിടെ ഇവിടങ്ങളായി നമ്മളെ കർത്താവ് കാത്തു പരിപാലിക്കുന്ന കർത്താവിൻ്റെ മാറ്റമില്ലാത്ത കൃപയ്ക്കായി നന്ദി, ദയക്കായി നമുക്ക് നന്ദിയോടെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. എന്നും നല്ലവൻ യേശു, എന്നും നല്ലവൻ, ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ, ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ. ഭാരമുള്ളിൽ നേരിടും നേരമെല്ലാം താങ്ങിടും, ഭാരമുള്ളിൽ നേരിടും നേരമെല്ലാം താങ്ങിടും. സാരാമില്ലെന്നോതിടും തൻ മാവിനോട് ചേത്തിടും, സാരാമില്ലെന്നോതിടും തൻ മാവിനോട് ചേത്തിടും. എന്നും നല്ലവൻ യേശു, എന്നും നല്ലവൻ, ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ, ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ യേശു എന്നും എന്നും നല്ലവനാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഭാരങ്ങൾ, ദുഃഖങ്ങൾ, പ്രയാസങ്ങൾ ജീവിതത്തിൽ കടന്നു വരുവാൻ നമുക്ക് ഓടിച്ചെല്ലുവാൻ മാർഗമുണ്ടെങ്കിൽ യേശുവിൻ്റെ സന്നിധിയാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അല്പം നമുക്ക് വന്ന് ധ്യാനിക്കാം. എബ്രായരുടെ പുസ്തകം 13-ാം അധ്യായം 8-ാം വാക്യത്തിൽ, ബുക്ക് ഓഫ് ഹീബ്രൂസ് ചാപ്റ്റർ 13 വേഴ്സ് 8. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അന്യൻ തന്നെ. ദൈവത്തിന് സ്തോത്രം. ജീസസ് ഈസ് ദ സെയിം യെസ്റ്റർഡേ, ടുഡേ ആൻഡ് ഫോർ എവർ. ആമേൻ. ദൈവത്തിന് മഹത്വം. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അന്യൻ തന്നെ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രത്യാശയുടെ വചനം കൊടുത്ത പകൽക്കാലം കർത്താവ് പക്ഷേ നമുക്ക് തന്ന് നമ്മളെ ശക്തീകരിക്കാൻ പോകുന്നതിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന് മഹത്വം. ദൈവത്തിന് മഹത്വം. നന്ദിയോടെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ജീവിതത്തിലെ ശോധനകൾ, പ്രയാസങ്ങൾ വരുമ്പോഴേ ഇന്നലെയും ഇന്നും എന്നേക്കും അന്യനായ ദൈവം എന്നോടും നിങ്ങളോടും കൂടെയുണ്ട്. ദൈവത്തിന് മഹത്വം. കൈ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ദൈവത്തിന് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. പ്രതിസന്ധികളുടെ ഇവിടെ കടന്നു പോകുമ്പോൾ നമുക്ക് പ്രോബ്ലം ഉണ്ടെന്നല്ല ഞാനും നിങ്ങളും പറയേണ്ടത്. ദൈവമക്കളായി എന്ന് പറയുന്നവർ നമ്മൾ പറയണം, നമുക്ക് പ്രയാസങ്ങളും ശോധനകൾ, രോഗങ്ങൾ, ദുഃഖങ്ങൾ, ഭാരങ്ങൾ, പ്രയാസ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ആ പ്രോബ്ലത്തെ നോക്കിക്കൊണ്ട് പറയണം, ഈ പ്രോബ്ലം എനിക്ക് ഒന്നുമില്ല, ആ പ്രോബ്ലത്തെ അറ്റൻഡ് ചെയ്യാൻ കൃപ തരുന്നൊരു കർത്താവിനോടും കൂടെയുണ്ടെന്ന് പറയാൻ കഴിയട്ടെ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. അതുകൊണ്ട് പ്രതിസന്ധികൾ നോക്കി നമ്മൾ ഭയപ്പെടുന്നവരായിട്ടല്ല നമ്മൾ ഓരോ നിമിഷവും ഒരു ദിവസമായിരിക്കേണ്ടത്. ഞാൻ എന്നും പറഞ്ഞ പോലെ നമ്മുടെ കർത്താവിൻ്റെ വചനത്തിലും കർത്താവിൽ നമ്മൾ ആശ്രയിക്കുമ്പോൾ നമ്മുടെ പ്രതിസന്ധികൾ, നമ്മുടെ ജീവിതത്തിൽ കാണുന്ന പ്രതിസന്ധികളെ, പ്രയാസങ്ങളെ നേരിടുവാൻ കർത്താവ് കൃപയ്ക്കും തരുന്നു. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. പ്രോബ്ലങ്ങൾ നോക്കിക്കൊണ്ട് പ്രയാസങ്ങൾ വരുമ്പോൾ എല്ലാവരോടും എനിക്ക് തന്നെ പ്രതിസന്ധികളുണ്ട്, പ്രയാസങ്ങളുണ്ടെന്ന് പറഞ്ഞു നടക്കുന്നവരായിട്ടല്ല ദൈവമക്കളായിരിക്കണം. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതിനു പകരം നമ്മോട് കൂടെ നടക്കുന്ന, നമ്മളെ കരുതുന്ന ഒരു ദൈവം കൂടെയുണ്ടെന്ന് പറയുവാനിടയാകട്ടെ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതാണ് നമ്മളെപ്പോഴും പറയേണ്ടത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ആരെങ്കിലും നമ്മൾ ചോദിച്ചാൽ എന്തുകൊണ്ട് വിശേഷം സുഖമായിരിക്കുന്നു ചോദിച്ചാൽ നമുക്ക് പറയാം, ദൈവകൃപയാൽ ഞാൻ സുഖമായിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ വാക്കുകൾ എപ്പോഴും പ്രതിസന്ധികളുടെ നടുവിലും ദുഃഖത്തിലും സന്തോഷത്തിലും എപ്പോഴും നമ്മുടെ വാക്കുകൾ എപ്പോഴും കൃപയാലുള്ളതായി തീരട്ടെ. ദൈവത്തിന് സ്തോത്രം. പ്രത്യാശയുടെ വാക്കുകൾ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരുവാനിടയാകട്ടെ. നമ്മുടെ വായിൽ നിന്ന് ദുഃഖത്തിലെ പ്രയാസ
പ്രതിസന്ധികൾ കടന്നു പോലും പ്രത്യാശയുടെ വാക്കുകൾ പറയുവാൻ നമുക്ക് കർത്താവിനോട് കൃപയ്ക്കായി ചോദിക്കാം. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. നമ്മുടെ പ്രതികൂലങ്ങളെക്കാൾ പ്രയാസങ്ങളെക്കാൾ വലുതാണ് നമ്മുടെ ദൈവം. എത്ര പേരെ വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. നമ്മുടെ പ്രതിസന്ധികളെക്കാൾ പ്രയാസങ്ങളെക്കാൾ വലുതാണ് നമ്മുടെ ദൈവം. നമ്മുടെ ദൈവത്തിന് ചെറുതൊന്നും വലുതൊന്നുമില്ല. ദൈവത്തിനെല്ലാം ഒരുപോലെയാണ്. എന്നാൽ എന്തുകൊണ്ട് ദൈവത്തെ പ്രയാസത്തെയും പ്രതിസന്ധികളെയും മാറ്റുവാൻ കഴിയുമെന്ന് കർത്താപൂർണ്ണ വിശ്വാസം ദൈവത്തിനുണ്ട്. ഹല്ലേലൂയ. അങ്ങനെയുള്ള വിശ്വാസം എനിക്കും നിങ്ങൾക്കും ദൈവത്തിലുണ്ടായിരിക്കട്ടെ എന്ന് പകൽക്കാലം ഓർപ്പിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു ദൈവമുണ്ടല്ലോ. ദ ബാറ്റിൽ ഈസ് ഗോഡ്സ്. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു ദൈവം എനിക്ക് നിങ്ങൾക്കുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ദൈവത്തിക്കല്ല അസാധ്യമായി ഒന്നുമില്ല. ഹല്ലേലൂയ. എന്നാൽ കഴിയാത്ത ഒരു കാര്യം, ദൈവകൽക്കത്തെ ഒരു കാര്യമില്ല എന്ന് നമ്മുടെ കർത്താവിൻ്റെ വചനത്തിൽ വായിക്കുന്നുള്ള ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. നമ്മുടെ പ്രതികൂലങ്ങളിൽ ഹല്ലേലൂയ ദൈവം കൂടെയുണ്ടെന്നും വിടുവിക്കുമെന്നും സഹായിക്കുമെന്നും നമ്മളെപ്പോഴും വിശ്വസിക്കണം. സ്തോത്രം ചെയ്യുന്നു. പ്രയാസങ്ങൾ പ്രതികൂലങ്ങളെല്ലാം കടന്നു വരുമ്പോൾ ദൈവികതം നിറവേറട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കർത്താവിൽ നിന്ന് പിടിച്ചു പറിച്ച് വായിക്കുന്നവരായിട്ടല്ല, നമ്മൾ എന്തെങ്കിലും വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഹിതം നിറവേറട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ എനിക്ക് നിങ്ങൾക്കും കഴിയുമോ? അങ്ങനെയാണെങ്കിൽ ആ വിഷയത്തിൽ ഒരു വിടുതല ഉണ്ടെന്ന് പൂർണ്ണമായിട്ടൊന്ന് ഉറപ്പിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ പ്രയാസങ്ങൾ ദുഃഖങ്ങൾ നമ്മുടെ കരുതുന്ന ദൈവം, നമ്മളെ സഹായിക്കുന്ന ദൈവം, നമ്മുടെ നിലവിളി കേൾക്കുന്ന ദൈവം കൂടെയുണ്ടെന്ന് എപ്പോഴും നമ്മൾ പറയണം. എപ്പോഴും അങ്ങനെ പറഞ്ഞ് ധ്യാനിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ വിശ്വസിക്കുകയും ചെയ്യണം. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. നമ്മൾ ചോദിച്ചെന്നവർ നമ്മുടെ മുന്നിൽ ഉണ്ടാകാമോ? അല്ലേ? പ്രാർത്ഥിച്ചിട്ട് മറുപടി ലഭിക്കാതെ നമ്മളോട് ചോദിച്ച് പരിഹസിച്ച് നിന്ദിക്കുന്ന നമ്മളിൽ ഉണ്ടാകാം. എന്നാൽ നമുക്ക് അവരോട് പറയാൻ കഴിയണം, എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം എന്നോട് കൂടെയുണ്ട്. സ്തോത്രം. എൻ്റെ കർത്താവ് എനിക്ക് വാഗ്ദത്തം തന്നിട്ടുണ്ടെങ്കിൽ അതിന്മേൽ ദൈവപ്രവൃത്തി ഒരു ദിവസം ഉണ്ടാകുമെന്ന് പൂർണ്ണ വിശ്വാസപൂർവ്വം ധൈര്യത്തോടെ, ഉറപ്പോടെ, ധൈര്യത്തോടെ നമ്മളോട് ചോദിക്കണമെങ്കിൽ പറയാൻ കഴിയണം. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ദൈവം നമ്മോട് കൂടെ എപ്പോഴും ഉണ്ടെന്നുള്ള ഒരു പ്രത്യാശ എപ്പോഴും നമുക്കുണ്ടായിരിക്കണം. ഒരിക്കലും അവിശ്വാസത്തിൻ്റെ ചിന്തകളോ വാക്കുകളോ നമ്മുടെ ഹൃദയത്തിൽ വരുവാനോ ഒന്നിനും ഇടയാക്കുക. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ചിലപ്പോൾ നമ്മൾ രോഗത്തിലൂടെ കടന്നു പോകുമ്പോൾ രോഗികളായി കുറേ വർഷങ്ങളാൽ ചിലപ്പോൾ ബെഡിൽ കിടക്കുന്ന ബെഡിഡനായിട്ടുള്ളവരായിരിക്കാം, കിടക്കയിൽ കിടക്കുന്നവരായിരിക്കാം. അവർക്കെല്ലാം ബലഹീന സമയത്ത് അവർക്ക് നിരാശയുടെ വാക്കുകൾ ഹൃദയത്തിൽ തോന്നിയേക്കാം. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അത് നമുക്ക് ഒരിക്കലും കുറ്റം പറയാൻ, എന്നാൽ നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവെ, അവർക്ക് പ്രത്യാശയുടെ വാക്കുകൾ നൽകണമേ, പ്രത്യാശയുടെ ചിന്തകൾ നൽകണമെന്ന് നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് ആരെയില്ലെങ്കിലും ദൈവം കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് വിജയമാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. നമുക്ക് ആരുമില്ലെങ്കിലും, സ്വന്തക്കാരില്ല, വീട്ടുകാരില്ല, ചർച്ചക്കാരില്ല, സഭക്കാരില്ല, സഹോദരങ്ങളില്ല എന്നുണ്ടെങ്കിലും പറയാൻ കഴിയട്ടെ, ദൈവം എന്നോട് കൂടെയുണ്ട്. ആ ദൈവം എന്നോട് കൂടെയുള്ളതിനാൽ എനിക്കും നിങ്ങൾക്കും ഒരു ബുദ്ധിമുട്ടുള്ള പ്രയാസം വരികയില്ല, വരികയില്ലെന്ന് പറയാൻ കഴിയുമോ? ദൈവത്തിന് സ്തോത്രം. പ്രോബ്ലങ്ങളെ നോക്കി പറയും, ഈ പ്രോബ്ലം ഒന്നുമല്ല. ആരെങ്കിലും ചോദ്യം ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ കഴിയണം, എൻ്റെ ദൈവം എന്നോട് കൂടെയുണ്ട്. എന്നെ സ്നേഹിക്കുന്ന ദൈവം എന്നോട് കൂടെയുണ്ട്. എന്നെ വിടുവിക്കുന്ന ദൈവം എന്നോട് കൂടെയുണ്ട്. എൻ്റെ നിലവിളി കേൾക്കുന്ന ദൈവം എന്നോട് കൂടെയുണ്ട്. ആ ദൈവത്തിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ ദൈവം എനിക്ക് ഒരു ദിവസം പ്രവർത്തിക്കും. ഹല്ലേലൂയ. എൻ്റെ കർത്താവിൻ്റെ വാഗ്ദത്തം എനിക്കുമുണ്ട്. അതുകൊണ്ട് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. കർത്താവിൻ്റെ വചനത്തിൽ പൂർണ്ണമായിട്ട് പ്രത്യാശ വെച്ചിരിക്കുന്നു. എന്നെ വിടിയിക്കുന്ന ദൈവം ഒരു നാൾ കർത്താവിൻ്റെ സമയത്ത് എനിക്ക് വേണ്ടി പ്രവർത്തിക്കും എന്നുള്ള പൂർണ്ണ വിശ്വാസമുണ്ടെന്ന് നമ്മൾ ചോദ്യക്കാരുടെ മുമ്പിൽ, പരിഹസിക്കുന്നവരുടെ മുമ്പിൽ, നിന്ദിക്കുന്നവരുടെ മുമ്പിൽ പറയാൻ കഴിയട്ടെ. ദൈവത്തിന് സ്തോത്രം. ആമേൻ, ആമേൻ, ആമേൻ. ദൈവത്തിന് മഹത്വം. ഞാനൊന്ന് പറയട്ടെ, എനിക്ക് നിങ്ങൾക്കും ദൈവം വാഗ്ദത്തം തന്നിട്ടുണ്ടെങ്കിൽ ദൈവപ്രവൃത്തി തീർച്ചയായിട്ടും ഉണ്ടെന്നേ. നമ്മൾ ഭാരപ്പെടേണ്ട. കർത്താവിൻ്റെ സമയത്തിന് വേണ്ടി വിട്ടുകൊടുക്കുക. നമ്മൾ ഹല്ലേലൂയ, സ്തോത്രം. ഞാനെന്നും പറയുന്നത് പോലെ നമ്മൾ വിചാരിക്കുന്ന സമയത്ത് ദൈവപ്രവൃത്തി നടന്നു വരികയത്തില്ല. ഹല്ലേലൂയ, സ്തോത്രം. ദർശനത്തിൻ്റെ അവധി വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ സമയത്ത് നമ്മളിലുള്ള വാഗ്ദത്തം പൂർത്തീകരിക്കപ്പെടുമെന്ന് പൂർണ്ണമായിട്ടും വിശ്വസിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. പിറുപിറുക്കല്ല വേണ്ടത്. പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക്, പ്രതികൂലങ്ങളെ വിഷയങ്ങൾ താമസിക്കുമ്പോൾ, മറുപടി താമസിക്കുമ്പോൾ പിറുപിറുക്കുന്നവരായിട്ടല്ല. ഹല്ലേലൂയ. എനിക്ക് വാഗ്ദത്തം ചെയ്തിട്ടുള്ള എൻ്റെ കർത്താവ്, എൻ്റെ ജീവിക്കുന്ന ദൈവം, എൻ്റെ കർത്താവിൻ്റെ സമയത്ത് അതിന്മേൽ ദൈവപ്രവൃത്തി വെളിപ്പെടുമെന്നുള്ള പൂർണ്ണ വിശ്വാസം പകൽക്കാലം എനിക്ക് നിങ്ങൾക്കുണ്ടായിരിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാനൊന്ന് പറയട്ടെ, ഇന്നലെയും ഇന്നും എന്നേക്കും യേശു ക്രിസ്തു
ആശ്രയം വെച്ച് നമുക്കിന്ന് പകൽക്കാലം താഴ്ത്തി ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ കർത്താവിൻ്റെ വചനം ഇന്ന് പകൽക്കാലം നമ്മളോട് പറയുന്നല്ലോ, യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അന്യൻ തന്നെ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് ഇന്നലെയും ഇന്നും എന്നേക്കും അന്യനായ യേശുക്രിസ്തുവിൽ ആശ്രയം വെച്ച് നമുക്കിന്ന് പകൽക്കാലം താഴ്ത്തി ഏൽപ്പിച്ച് വിശ്വാസത്തോടെ നമുക്ക് മുന്നോട്ട് യാത്ര ചെയ്യാം. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ദൈവത്തിന് മഹത്വം. അതുകൊണ്ട് ഇന്ന് കേൾക്കുന്ന ആരെങ്കിലും പ്രതികൂല പ്രയാസങ്ങളിലായിരിക്കുന്നെങ്കിൽ ദൈവമക്കളോട് പറയട്ടെ, ഈ കർത്താവിൻ്റെ വചനത്തിൽ ഒന്നും കൂടെ താഴ്ത്തി ഏൽപ്പിച്ച്, എൻ്റെ കർത്താവ് വിശ്വസ്തനാണ്, എൻ്റെ കർത്താവ് പ്രവർത്തിപ്പൻ വിശ്വസ്തനാണ്, എൻ്റെ കർത്താവ് വിടിവിപ്പൻ വിശ്വസ്തനാണ്, എൻ്റെ നിലവിളി കേൾക്കുന്ന എൻ്റെ ദൈവം എനിക്കുണ്ടെന്ന് പറഞ്ഞ് പകൽക്കാലം ഒന്നുകൂടെ നമ്മുടെ വിശ്വാസം ഉറച്ച് ധൈര്യത്തോടെ മുന്നോട്ട് പോകാൻ നമ്മളിന്ന് പകൽക്കാലം താഴ്ത്തി ഏൽപ്പിക്കാം. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം നിങ്ങളെ കൈവിടുകയില്ല. ഹല്ലേലൂയ, ഉപേക്ഷിക്കുകയുമില്ല. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ കർത്താവ് വിശ്വസ്തനാണ്. ഹല്ലേലൂയ, സ്തോത്രം, 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 സ്തോത്രം. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ, ദൈവത്തിന് മഹത്വം. ഇന്ന് പകൽക്കാലം യഹോവ നമ്മെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. യഹോവ തിരുമുഖം നമ്മുടെ മേൽ പ്രകാശിപ്പിച്ച് നമ്മോട് കൃപയുള്ളവനാകട്ടെ. ഹല്ലേലൂയ, യഹോവ തിരുമുഖം നമ്മുടെ മേൽ ഉയർത്തി നമുക്ക് സമാധാനം നൽകുമാറാകട്ടെ. ദൈവത്തിന് നമുക്ക് സമാധാനം നൽകുന്ന ദൈവം നിങ്ങളോട് കൂടെ എന്നോട് കൂടെ ഉണ്ടെന്ന് പകൽക്കാലം നിങ്ങളെ ഓർപ്പിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് ഒന്നും കൂടെ പറയട്ടെ, യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും തന്നെ എന്നേക്കും അന്യൻ തന്നെ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രതികൂലങ്ങളെ നോക്കി നിങ്ങൾ പതറരുത്, പ്രതികൂലം നിങ്ങൾ വിഷമിക്കരുത്. പ്രതികൂലങ്ങളുണ്ട്, പ്രയാസങ്ങൾ. ക്രിസ്തീയ ജീവിതത്തിൽ എപ്പോഴും പ്രതികൂലങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളുണ്ട്. എന്നാൽ അതിനെ തരണം ചെയ്യുവാൻ കർത്താവിൻ്റെ കൃപ നമുക്ക് തന്നിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് കൂടി പറയട്ടെ, പ്രയാസത്തിൽ പ്രയോജനങ്ങളായിരിക്കുന്നവർ പറയട്ടെ, കർത്താവിൻ്റെ വചനം വായിക്കുന്നവരാണെങ്കിൽ ഇന്ന് കേൾക്കാൻ ഒരു സ്ഥലം നമ്മൾ ഓർപ്പിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അന്യൻ തന്നെ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് നമ്മുടെ പ്രതികൂലങ്ങളെ നോക്കി നമ്മൾ പതറരുത്, സങ്കടപ്പെടരുത്, പിറുപിറുക്കരുത്, അവിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയരുത്. കർത്താവിൻ്റെ കർത്താവിലും പൂർണ്ണമായി ആശ്രയിച്ച് ഇന്ന് പകൽക്കാലം വചനത്തിൽ ആശ്രയിച്ച് ഒന്നുകൂടി നമ്മൾ താഴ്ത്തി ഏൽപ്പിച്ച്, ഞാൻ എൻ്റെ കർത്താവിൻ്റെ കടന്നു പോകുന്ന പ്രതികൂലങ്ങളുടെ നടുവിൽ എന്നേക്കും എൻ്റെ യേശു ക്രിസ്തു ആ പ്രതികൂല നടുവിനോട് കൂടെയുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് ഇന്ന് പകൽക്കാലം ആമേൻ പറഞ്ഞാട്ടെ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽക്കാലം ഇന്ന് ദിവസം ഈ വചനങ്ങളാൽ നിങ്ങളെ കർത്താവ് ശക്തീകരിക്കുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. നമുക്ക് കണ്ണടയ്ക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ദൈവത്തിന് മഹത്വം. സ്വർഗ്ഗസ്ഥന നല്ല പിതാവിൻ്റെ നിമിഷത്തിൽ ഞങ്ങൾ അങ്ങേ വീണ്ടും സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. ഒരവസരം കൂടി കർത്താവിൻ്റെ വചനം ധാനിപ്പം നല്ല സമയത്തിന് ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. കർത്താവേ, ദൈവമേ സ്തോത്രം. പകൽക്കാലം ഞങ്ങൾ കർത്താവിൻ്റെ വചനത്തോടെ ഞങ്ങൾ ഓർപ്പിച്ചല്ലോ. കർത്താവേ, യേശു ക്രിസ്തു എന്നും എന്നേക്കും അന്യൻ തന്നെ എന്ന് കർത്താവിൻ്റെ വചനത്തോട് വായിക്കാൻ ഞങ്ങളെ സഹായിച്ചു, ധ്യാനിക്കാൻ സഹായിച്ചു. കർത്താവേ സ്തോത്രം. പ്രതികൂല നടുവിൽ ഞങ്ങളെ വിടിവിക്കുന്ന ദൈവം ഹല്ലേലൂയ എന്നേക്കും എന്നെ യേശു ക്രിസ്തു ഞങ്ങളുടെ കൂടെയാണ്, പ്രദേശത്തിൻ്റെ കൂടെയുണ്ടെന്ന് ഞങ്ങൾ ഓർപ്പിച്ചതിനെ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിനെ ഓർപ്പിച്ചതിനായി നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവേ. ഇന്ന് പകൽക്കാലം വീഡിയോ കാണാൻ എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കണം. അവിടെ ഏത് ചെറുതും വലിയ ആവശ്യങ്ങൾ രഹസ്യമായി പരസ്യമായി പ്രാർത്ഥിക്കുന്ന സ്ഥല വിഷയങ്ങളുടെ മേലും കർത്താവിൻ്റെ ദൈവപ്രവൃത്തി വളർത്ത വെളിപ്പെടുവാൻ ദൈവികതം നിറവേറാൻ കർത്താവിനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്കല്ല ഞങ്ങളുടെ യഹോവയുടെ മഹത്വപ്പെടുമാറാട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങൾ ഒത്തിരി സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ത്യക്കായി സ്തോത്രം ചെയ്യുന്നു. എല്ലാ വിദേശ രാജ്യങ്ങൾക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ സ്തോത്രം. കർത്താങ്ങളുടെ വരവോടെ ഞങ്ങൾ ഒരുക്കപ്പെട്ടവരായി വിശുദ്ധിയോടെ വേർപാട് ജീവിപ്പാൻ കർത്താവിൻ്റെ ദിവസം ഞങ്ങളെ സഹായിച്ച് ഓരോ നിമിഷവും നടത്തുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. എന്ന് പകൽക്കാലം കേൾക്കുന്ന ഏവരെയും കർത്താവിനെയും പിതാവിൻ്റെയും പുത്രൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അന്യൻ തന്നെ. ദൈവത്തിന് മഹത്വം. സ്തോത്രം.